അച്ചോ ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ്. ഓക്കെ. ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മള് തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എനിക്ക് രാഹുൽ ദാസുമായിട്ട് യാതൊരു എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സീമാജി നായറിനെ അറിയാലോ. അപ്പൊ അവര് ഇനി സഹായങ്ങളൊന്നും ചെയ്യുന്നില്ല, സഹായം ചെയ്തെടുത്തോളം പെരുത്ത നന്ദി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അതിലോട്ട് വരാം. അതിനു മുന്നേ ഇപ്പൊ ഏറ്റവും കൂടുതൽ രേണു വിഷയത്തിൽ പെട്ടു നിൽക്കുന്നത് രേണു പോലുമല്ല, നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി അദ്ദേഹമാണ്. യൂട്യൂബേഴ്സിനൊക്കെ എതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ വേറെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല എത്രത്തോളം സത്യമാണെന്ന്. കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ലൊരു മാർഗം തന്നെയാണ്. എൻ്റെ പൊന്നു ബിഷപ്പ്, ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയാം. നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള മണ്ടത്തരങ്ങളുടെ മേലിലാണ് നിങ്ങൾ പേറിപ്പോയിട്ടുള്ളത്. ഒരു കാര്യമില്ലാതെ കിച്ചു എന്ന പറയുന്ന ആ പയ്യനെതിരെ നിങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഏറിക്കയറി നാട്ടുകാരെല്ലാം തന്തയ്ക്കുള്ളി തുടങ്ങിയ ശേഷം നിങ്ങൾ നേരെ ഉൾട്ടയടിച്ചു പറഞ്ഞ് ഞാൻ അവനെ ഉപദേശിച്ചതാണെന്ന്. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങേര് അവനൊന്ന് ഉപദേശിച്ചതാണ് പോലും. അങ്ങനെ പറഞ്ഞ് വീണ്ടും പോയി ഏറൽ. ഇപ്പം ഏറോടെ ഏറലാണ്. ഇപ്പം നിൽക്കുക കളിയില്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതെല്ലാം പോരാഞ്ഞിട്ടും ഉപദേശം കൊടുത്തപ്പോൾ കിച്ചുവിൻ്റെ ഫോണിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ പോരെ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് ബിഷപ്പ് പറഞ്ഞാണ് അതിന് കിച്ചുവിൻ്റെ എൻ്റെ നമ്പറില്ലല്ലോ എന്ന്. എൻ്റെ പൊന്ന് ബിഷപ്പ്, രേണുവിൻ്റെ അടുത്ത് നമ്പർ വെച്ചിട്ട് രേണു തരില്ലേ? വിളിച്ച് ഉപദേശിച്ചിട്ട് ആ ഒരു പ്രശ്നം നിങ്ങൾ എന്നെ കുടുംബത്തിൽ എല്ലാവരെയും വിളിച്ചിരുത്തി ഒന്ന് പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം ക്വാളിറ്റിയോടെ എന്തുമാത്രം കയ്യടി നേടിയെന്നെ നിങ്ങൾ. പകരം രേണുവിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് കിച്ചുവിനെ ചെളിവാരി അടിച്ച്. അതാണ് ചെയ്തിട്ടുള്ളത്. രേണുവിനോടൊപ്പം നിന്നുകൊണ്ട് കിച്ചുവിനെ ചെളിവാരി അടിക്കുമ്പോൾ ബിഷപ്പിന് സപ്പോർട്ട് കിട്ടുമെന്ന് ബിഷപ്പ് വിചാരിച്ചു. മൂഞ്ചി. അവിടെയാണ് തെറ്റിയത്. എല്ലാം തേഞ്ഞൊട്ടി അങ്ങ് പോയി. ഓക്കെ, എന്തായാലും ബിഷപ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലൊന്ന് നമുക്ക് തുടങ്ങാം. എന്നിട്ട് ഒരു സ്ത്രീ ബിഷപ്പിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമുക്ക് അതും കേൾക്കാം. അപ്പൊ തുടങ്ങിയട്ടെ. ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടിത്താനം പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു. ഇവരവിടെ ചെല്ലുന്നു. ഇവര് പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു. കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു. ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തോണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടായിട്ട് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു. എന്നോട് ഓക്കെ, അപ്പോ ബിഷപ്പ് പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ പൊട്ടിക്കുന്ന സാധനം ഇതായിരുന്നു. കിച്ചുവിനെ കുറിച്ചിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ വേറെ പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കിച്ചു രേണുവിനെ ഉപദ്രവിച്ചെന്നോ, രേണു ഗർഭിണിയായത് കിച്ചു ആണെന്ന്, അബോർഷൻ ചെയ്യുന്നു, അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും കിച്ചു രേണുവിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ രേണുവിന് അസുഖം വരുന്നതിന് മുന്നേ ഈ പറയുന്നത് പോലെ എൻ്റെ മോൻ എൻ്റെ പൊന്നുമോൻ എൻ്റെ കിച്ചുമോൻ എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയുടെ മുന്നിൽ ആൾക്കാരെ വിളിച്ച് കാണിക്കാനും കോളുകൾ ചെയ്ത് കാണിക്കാനും ഒക്കെ രേണു മുതിരുമായിരുന്നു. ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കിച്ചു രേണുവിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു ഡൗട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ന്യൂസുകളും വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കിനി പോകെ നോക്കാം എന്ത് അജണ്ടയാണ് ഇവിടെ കീപ്പ് ചെയ്യാൻ നോക്കുന്നത്, എന്ത് കാര്യമാണ്, എന്ത് സംഭവമാണ് ഇനി കൊണ്ടിട്ടിട്ട് കിച്ചുവിനെ ബ്ലോക്ക് ചെയ്യാനും കിച്ചുവിനെ ലോക്ക് ചെയ്ത് കിച്ചുവിനെ പബ്ലിക്കിന്റെ മുന്നിൽ നാറ്റിക്കാൻ നോക്കുന്നതെന്ന് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അമ്മാതിരി രീതിയിൽ ഈ കിച്ചുവിനെ നശിപ്പിക്കാനായിട്ട് നല്ലപോലെ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. എങ്ങനെയും കിച്ചുവിനെ നശിപ്പിക്കണം. അവനിപ്പോൾ
ഒരു ക്ലീൻ ചീറ്റ് ഇമേജ് നാട്ടുകാരുടെ മുന്നിലുണ്ട്. ആ ഇമേജ് നശിപ്പിച്ചുകൊണ്ട് നാറാണത്താക്കിയിട്ട് കാണിച്ച് എന്തെങ്കിലുമൊക്കെ കൂട്ടുന്ന കുറേ പേക്കൂത്തുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ അൻഷാദ് പാല ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. അവൻ എന്തൊക്കെയോ മറ്റേ കിച്ചുവിനെ പറ്റി ആധികാരമായിട്ട് അവൻ ഉണ്ടാക്കിയതുപോലെയാണ് അവൻ്റെ സംസാരം. ഒരു കാര്യം പറയട്ടെ, മനസ്സറിഞ്ഞ് ഒരാൾക്കും ഒരു സഹായം ചെയ്യരുത്. അത് നമുക്ക് തന്നെ വിനയാകും. സത്യം കൈവശമുള്ളവൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം പുറത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ് ഒരുത്തിയും കുരയ്ക്കുന്നുണ്ട്. അവളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിന്റെ തന്തയ്ക്കാടി വട്ട്. വിഷയം ഇതായത് കൊണ്ട് ഞാൻ ഒന്നും അയഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ നിന്നെയൊക്കെ എൻ്റെ പട്ടിക്ക് പോലും പേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ അൻഷാദ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ സീമ ചേച്ചി ഒരു സ്റ്റോറി മീൻസ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ വായിക്കാം. ശുഭദിനം. നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നത് തെറ്റായി മാറുന്നു. എൻ്റെ മുന്നിൽ എന്ത് ചെയ്ത് കൊടുക്കുമ്പോഴും നല്ലതാകണം എന്ന് കരുതി ചെയ്യുന്നു. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ അല്ല. അങ്ങനെയെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ PR വർക്ക് തുടങ്ങണം. ഇത് പലപ്പോഴും അവസാന നിമിഷമാകും, കൂടെയുള്ളവർ പോലും അറിയുന്നത്. പക്ഷേ എന്തോ നമ്മൾ ഒന്ന് വിചാരിക്കുന്നു, നടക്കുന്നത് മറ്റൊന്ന്. എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ട് അല്ല ഞാൻ സോഷ്യൽ വർക്കിന് ഇറങ്ങി പുറപ്പെടുന്നത്. ഞാൻ വഴി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം കിട്ടണമെന്ന് മാത്രം കരുതിയിട്ടാണ്. എല്ലാം നിർത്താം, മനസമാധാനമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സോഷ്യൽ വർക്കും ചെയ്യുന്ന ചാരിറ്റി അടക്കം ഈ പറയുന്ന സീമാജി നായർ എന്ന് പറയുന്ന അവർ നിർത്താൻ ഉള്ളൊരു മനസ്സ് ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നിർത്തണമെന്നുള്ളൊരു തീരുമാനം അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി രേണു തന്നെയാണ്. ഫേക്ക് പോസ്റ്റുകളും ഫേക്ക് രീതിയിലുള്ള കാര്യങ്ങളും ഇട്ട് ഓരോ നരേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതിൻ്റെ പേരിൽ പാവങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്ന അവർ വരെ ആ സഹായങ്ങൾ നിർത്താം, മനസമാധാനമാണ് വലുതെന്ന് പറയുന്നത്. ഞാൻ എന്തിനാ ഇങ്ങനെ മനസമാധാനം കളഞ്ഞ് ഓരോന്നിൻ്റെ പിന്നിൽ കിടന്ന് അടികൂടി ഏറിപ്പോകുന്നതെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല. ഓക്കെ, ഒരു കാര്യമില്ലാതെ അവരെ ഏറിപ്പോകുന്നു. അവരെ ചീത്ത വിളിക്കുന്ന കമൻസും ഉണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ എല്ലാത്തിനും കാരണമാരാ ഈ രേണു വിഷയം എടുക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് എടുത്തേ മതിയാകത്തുള്ളൂ. എടുക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോകുന്നു. പക്ഷെ എന്തൊക്കെയാണോ എന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഇനി ബിഷപ്പിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് കൊടുക്കാം. എനിക്ക് രാഹുൽ ദാസുമായിട്ട് യാതൊരു വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ ഒന്നും തന്നെയില്ല. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനും ഋതുൽ ദാസിനും അവകാശപ്പെട്ട വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. അത് അവരുടെ വീടാണ്. അവരവിടെ സന്തോഷമായി ജീവിക്കട്ടെ. സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനും രാഹുൽ ദാസുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് വരെ ആകെ 2 വട്ടമേ രാഹുൽ ദാസിനെ കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ആണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. എനിക്കതിന് വിരോധമില്ല. അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ. അത് അവരുടെ ജോലിയുടെ ഭാഗം. ഞാനതിനെ എതിർക്കുന്നില്ല. കമന്റ് എഴുതുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സമയമുള്ള പോലെ കമന്റുകൾ എഴുതുക, നെഗറ്റീവും പോസിറ്റീവും എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിന് എനിക്കെതിരില്ല. യാതൊരു വിവാദത്തിൽ പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാനോ വിവാദങ്ങൾ അവസാനിക്കണമെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എനിക്ക് യാതൊരു വിവാദങ്ങളുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. രാഹുൽ ദാസിനോടും യാതൊരു വിധമായ ശത്രുതയോ ദേഷ്യമോ ഇല്ല. ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ എന്നുള്ള മൂഡിലായി ബിഷപ്പ്. ധാരട് ഞാനെങ്ങനെ ആലോചിക്കുന്നു, ഇത്ര പെട്ടെന്ന് നിറം മാറി, ഇത് എന്ത് കഴിവാണ്. സമ്മതിച്ചിട്ട് ബിഷപ്പിനെ പോലെ ഇത്രയും കഴിവുള്ള വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ബിഷപ്പെ, നിങ്ങൾ വേറെ ലെവലിൽ ഇപ്പം നിറം മാറിയിരിക്കുകയാണ്. ഇതൊരു സകലകാല കഴിവ് തന്നെ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ബിഷപ്പിനെ പോലെ ഇത്രയും കഴിവുള്ള നിറമാറ്റം എനിക്കറിയത്തില്ല ഇതെങ്ങനെ മാറുമെന്ന്. എന്തായാലും കൊള്ള അന്തരാശ് കുന്തറാശ് ഇങ്ങനെ നിറം മാറുകയാണെങ്കിൽ മറ്റേ ജീവി ഉണ്ടല്ലോ വാന്ത്, അതുപോലും തോറ്റു പോകും. അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് ബിഷപ്പ് നിറം മാറുന്നത്. പാവം, അങ്ങനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നാട്ടുകാരെല്ലാം കൂടി ഒരുത്തിയെ സപ്പോർട്ട് ചെയ്യാൻ പോയതിൻ്റെ പേരിൽ തള്ളക്കി വിളിക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യമില്ലാതെ ഒരു ബെനിഫിറ്റും ഇല്ലാണ്ട് നാട്ടുകാരെ വായിരിക്കുന്ന കേൾക്കേണ്ടി ഗതികേട് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേല്. അദ്ദേഹം ഈ പറയുന്ന നെഗറ്റീവും ഈ പറയുന്ന സൈബർ അറ്റാക്കും ഒക്കെ കണ്ടപ്പോൾ അയ്യടെ തളർന്ന് ഞാൻ ഇനി ആർക്കും ശല്യമില്ല. കിച്ചുവോ, അവന് കുഴപ്പമെന്താ, അവനോട് എനിക്കൊരു ദേഷ്യമില്ല വ്യക്തിപരമായിട്ട്. ഞാൻ പിന്നെ അന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് പിന്നെ അങ്ങനെ പോയത് വ്യക്തിപരമായിട്ടല്ല, അവനെ നന്നാവാൻ വേണ്ടിയല്ലേ. അവനെ ഞാൻ നല്ല നേർവഴിക്ക് പറഞ്ഞല്ലേ വളർത്തി വിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തള്ളി മറിക്കുന്ന പോലെ ആയിട്ടുണ്ട്. എന്തായാലും ബിഷപ്പേ, നിങ്ങളുടെ നിറമാറ്റം എന്നെ ഏറെ ചൊടിപ്പിച്ച് കളഞ്ഞു. ഇനി നിങ്ങളൊരു സ്ത്രീ വിളിച്ചിട്ടുള്ളൊരു വോയിസ് ഉണ്ട്, ഞാൻ ആ വോയിസിലോട്ട് വരാം. എനിക്കിനി അതാണ് കൊടുക്കാനുള്ളത്. എന്തായാലും കോമഡികൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ആ കോമഡിയും കൂടി ഒന്ന് കാണാം. അപ്പൊ ശരി, ആരംഭിച്ചേട്ടെ ബിഷപ്പേ. ഹലോ.
യെസ്. ഇത് അച്ഛന്റെ നമ്പറായിരുന്നു. ഹലോ, ഇത് മറ്റേ അച്ഛനല്ലേ? അതെ, ആരാ ഇത്? നമ്മുടെ സ്വന്തം ഞാൻ വിഷയം. തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആഹാ. പറയൂ. പറയൂ, തൃശ്ശൂരിൽ നിന്നൊക്കെ എന്നെ വിളിക്കുന്നു. വാവ്, ഞാൻ ആരായിട്ടാ? പറയൂ. അച്ഛോ, എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. എനിക്ക് ആരാ സംസാരിക്കുന്നത്? എനിക്ക് ആളിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആഹാ. എന്റെ പേര് പ്രിയ എന്നാണ്. ഉവ്വ, ഉവ്വ. അച്ഛോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആരാ? എനിക്ക് ആളിനെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അച്ഛൻ്റെ ഒരു ആരാധികയാ. ഇങ്ങനെ ആളിനെ മനസ്സിലായില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് വിളിച്ചല്ലേ, അച്ഛൻ കേട്ടിരുന്നു. അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട് അച്ഛനെ വിളിച്ചതാ. അതെ, എനിക്ക് മനസ്സിലായില്ല. എവിടുന്ന് വിളിക്കുന്നത്, എന്താ വിളിക്കുന്ന? വെറുതെ വിളിച്ചത്. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. പറയൂ. അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല, ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ്റെ ഒരു ആരാധിക. എന്തായിരുന്നു മാറ്റർ? അച്ഛൻ അച്ഛനെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. എന്ത് പറ്റി ഇപ്പൊ? ഞാൻ എന്ത് ബഹുമാനത്തിന്? ഞാൻ ഒരു കാര്യവും ആരോടും ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം കുറയ്ക്കട്ടെ. അച്ഛൻ ഇപ്പോഴും ബഹുമാനമുണ്ട്. സത്യം, ബഹുമാനിക്കാനുള്ള കുറവുള്ള കാര്യമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഇല്ല, എനിക്കിപ്പോഴും ബഹുമാനമുണ്ട്. ചേച്ചി പറ, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഐ ലൈക്ക് യു ചേച്ചി. ഇപ്പോഴും ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. അതെ, ഇപ്പോഴാ ബഹുമാനം ഉള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ച് മാന്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്. അച്ഛോ, ആ ബഹുമാനം ഇല്ലാണ്ടാക്കരുത്. അച്ഛോ, എന്തിനാ അച്ഛോ? പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേ? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. അച്ഛനാണെ അറിയത്തില്ല. ഏത് കൊച്ച്? ആര് കൊച്ച്? അച്ഛപ്പോ ഒരുപാട് കൊച്ചുങ്ങളെ ഇതുപോലെ വഴിയാതരാക്കി. അച്ഛ, എനിക്കറിയാൻ പാടില്ല. ദൈവമേ, ഏത് കൊച്ചിന്റെ കാര്യമാണ് എനിക്കറിയത്തില്ല. എന്തിനാ? ഞാൻ ആരെയും കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പറ അച്ഛ. രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രാഹുൽ ദാസ് അവര് കിച്ചു എന്ന് പറഞ്ഞപ്പോ രാഹുൽ ദാസിനെ പറ്റിയിട്ട് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ അവൻ ഏതോ കഞ്ചാവസിൽ വണ്ടിയൊക്കെ പിടിച്ച് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടെന്ന്. അത് നല്ല കാര്യമായിരുന്നു. ഒരച്ഛന് ചേർന്ന പണിയാണോ? ഓക്കെ, അവൻ്റെ പാസ്റ്റിൽ, അവൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള കുറേ മിസ്സിങ്, അവൻ ദുർവഴിയിലൂടെ സഞ്ചരിച്ച കുറേ കാര്യങ്ങൾ, അതും ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒരു ബിഷപ്പായിട്ടുള്ള നിങ്ങൾ വന്നിട്ട് പൊതുസമൂഹത്തിന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്ന് പറയുന്നത് ഒരു പയ്യൻ്റെ കരിയർ, അത് 14 വയസ്സായ ഒരു പയ്യൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ബാക്കിൽ നടന്നിട്ടുള്ളൊരു കാര്യങ്ങൾ പബ്ലിക്കിൽ വന്നിരുന്ന് പറയുമ്പോൾ ആ പയ്യൻ്റെ ലൈഫല്ലേ അച്ചോ? അല്ലേ? ബൈക്ക് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചാൽ എന്താ അവൻ എടുക്കാൻ പോകാത്തെ? ഇട്ട് കൊടുക്കല്ല അച്ചോ ചെയ്തത്. ന്യായീകരിക്കുന്നോ? പറ. ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ ഒക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട് സോഷ്യൽ മീഡിയയിലെ അച്ഛനെ പറ്റിയിട്ട് ഒരു മനുഷ്യൻ ഒരക്ഷരം മിണ്ടാതിരുന്നപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ കൊണ്ടങ്ങോട്ട് അച്ഛൻ കൊടുത്തത്. രണ്ടുവിനെ സപ്പോർട്ട് ചെയ്ത് കിച്ചുവിനെ അടിച്ച്. അങ്ങനെയാണ് അച്ഛൻ ഏറിപ്പോയത്. നിങ്ങൾ എന്തോന്ന് അച്ഛാ കണ്ടോണ്ടിരിക്കുന്ന? നമ്മൾ മറ്റേ കിഴങ്ങന്മാരല്ലേ? വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മള് തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ? ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അത് അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഉത്തരം കൊടുക്കണം. അതിന് ഇതിൽ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ് അവനെ ചെളിവാരി തയ്ക്കുന്ന എന്തിന്? പോലീസ് സ്റ്റേഷനിൽ എന്റെ പൊന്നച്ഛ നിങ്ങൾ വീട്ടിൽ തന്നെ വിളിച്ചു പറയുന്ന വീണ്ടും ഇതെന്തുവാ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. പോലീസുകാർ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാതെ ഇരിക്കുകയാണ്. എന്നാൽ അച്ഛൻ ഇങ്ങനല്ലല്ലോ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പോലീസുകാരുടെ കേസൊന്നും അല്ലല്ലോ. ഇനി രേണുവിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതറ്റം വരെയും പോവും. ഈ ഒരു സെറ്റപ്പിലാണല്ലോ അച്ഛോ നിങ്ങൾ സംസാരിച്ചത്. ഇത് എന്തുവാ അച്ഛാ? ഓന്തൊക്കെ തോറ്റി. ഓരോ സമയം ഓരോ ഇന്റർവ്യൂ എടുക്കുമ്പോഴും അച്ഛൻ ഓരോ ഡയലോഗാ പറയുന്നത്. പറ. ആയിക്കോട്ടെ അച്ഛോ, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റ് ചെയ്താലും, ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ, നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന് അറിയത്തില്ല നമ്മളങ്ങനെ വിളിക്കാൻ. നമ്മളങ്ങനെ കാരണം അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ഒരു ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിംഗിൽ നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് തുടങ്ങി
പഴയതിനൊന്നേ ശ്രീകണ്ഠ സാറ്, ബഹുമാനപ്പെട്ട ശ്രീകണ്ഠ സാറ് പറഞ്ഞിട്ട് ഞാൻ എന്താ വീട് വെച്ച് കൊടുത്തു, വത്ത് കൊടുത്തു, KHD സെക്രട്ടറിയിൽ ഫിറോസ് ഇടപെട്ടു, വീട് വെച്ച് ഇനിയിപ്പോ തുടങ്ങും. പറ. അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തത് അവനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇട്ട് കൊടുത്ത് പലതും ഞാൻ വിളിച്ച് പറയുന്നതാണോ ജീവിക്കാനുള്ള വഴി തുറന്നു കൊടുത്തത്? എന്തോന്ന് വെച്ചാൽ നമ്മളെന്തോന്ന് മറ്റേ എവിടെ നിന്ന് പോലും അറിയത്തില്ല, ഒരു പരിചയമില്ലാത്ത ഒരാളെന്നെ വിളിക്കുമ്പോ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ അച്ഛൻ എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛാ, എനിക്ക് അത് അറിയാൻ വേണ്ടിട്ടല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോൻ ഒരു തെറ്റ് ചെയ്താ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാനത് സിസ്റ്റർ ഇപ്പം ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ പോവുക, അല്ലെങ്കിൽ കോടതിയിൽ പോവുക. അതിന് ബിഷപ്പ് എന്തിനാ ഇവിടെ? ബിഷപ്പിനെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ കിച്ചുവിന് വല്ല കേസ് ഉണ്ടെന്ന് വെച്ചിട്ട് അന്ന് എൻക്വയറി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തിനാ സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയുന്നേ? അവൻ്റെ ലൈഫ് അവൻ്റെ കരിയറൊക്കെ തുലയ്ക്കാനാണോ? എൻ്റെ പൊന്നച്ഛൻ, നിങ്ങൾ ഇതെന്തുവാ? അവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്. അവൻ എന്താ ചെയ്തെന്ന് അമ്പെന്ന് പറയുമ്പോൾ വില്ലെന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറ. ഞാൻ വിളിച്ചത്. എനിക്ക് ആ പയ്യനോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം ആ കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം. പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. അച്ഛൻ രക്ഷിക്കാൻ പോണ്ട. അച്ഛൻ ഇപ്പൊ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഷപ്പ്. ഏത് ട്രാക്കിലാ പോകുന്നേ? ചോദിക്കുന്നതൊന്ന് പറയുന്ന വേറൊന്ന്. ആ പെൺകുട്ടി ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നച്ചോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ എന്തിനാ അവൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? തെറ്റ് കണ്ടാൽ നമ്മൾ തിരുത്തിയല്ല കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ജീവിത പ്രശ്നമാണ്, എനിക്കാണ് എൻക്വയറി വന്നത്. എന്ത് തേങ്ങയെന്തോ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അവന്റേതായ തൊഴിൽ നോക്കി ഞാൻ പറഞ്ഞ എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഓരോ കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവര് ഒരു ആരെ പീഡിപ്പിച്ചത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനാണോ പറഞ്ഞത്? ബൈക്ക് പിടിച്ചു വെച്ചിങ്ങനെ എന്തിനെന്നാ പറഞ്ഞ? ലൈസൻസ് ഇല്ലാത്തോണ്ടാ? അല്ലെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കാത്തോണ്ടാ? ബൈക്ക് എന്തുകൊണ്ട് കിച്ചു പോയി തിരിച്ചെടുക്കുന്നില്ല? ഇതൊക്കെ ചോദ്യം ഇടുമ്പോഴേ നാട്ടുകാർ മണ്ടന്മാരല്ല ബിഷപ്പേ, കേട്ടോ. ഒരു കൺസിഡറേഷൻ കൊടുക്കണമായിരുന്നു നിങ്ങളെ പൊസിഷൻ വെച്ചിട്ടെങ്കിൽ. പകരം നിങ്ങൾ രേണുവിനോടൊപ്പം നിന്ന് അവൻ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഏറിയും താഴെ ഇറങ്ങാൻ പറ്റാത്തോണ്ട് ഇപ്പൊ എന്തൊക്കെയോ പറയുന്നു. പിച്ചും പേ ആയി. അച്ഛൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നേ. നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നേ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉണ്ട്. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവൻ അവന്റേതായ കാര്യം നോക്കി. അവനൊരു ഒന്നും അല്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ, ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കില് അമ്മ അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്, അല്ലേ? തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവര് ക്യാൻസറിന് അച്ഛൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. അച്ഛോ, അത് വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി. അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് ആ കൊച്ചു പോവാതിരുന്നത്. ഈ ലേഡിക്കുള്ള വിവരം പോലും അച്ഛനില്ലല്ലോ. ദൈവമേ, ക്യാൻസർ പേഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ച അപരാധങ്ങളല്ലാണ്ടാവോ? ഞാൻ ഇപ്പോഴും പറയാറുണ്ട് അവർക്ക് അസുഖത്തിൽ നിന്ന് റിക്കവറായി വരാൻ സാധിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ കാണിച്ച തെറ്റുകൾ തന്നെയാണ്. അല്ലാണ്ട് അവർക്കൊരു അസുഖം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരത്തെ മുന്നേ കാണിച്ചതെല്ലാം ശരികളായി മാറത്തില്ല ഒരിക്കലും. എന്തുവാ അച്ഛാ ഇത്? ആ പെൺകുട്ടിക്കുള്ള വിവരം പോലും അച്ഛനില്ലല്ലോ. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോ അവരാണ് അത് പുറത്ത് പറയുന്നത്. നോബൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പ് അല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വ്യക്തമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അച്ചോ, നിങ്ങൾ അച്ചോന്ന് വിളിപ്പിച്ച വാ കൊണ്ട് എന്നെ വേറെ വിളിപ്പിക്കരുത്. ഇങ്ങോട്ട് ഇത്
പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. അച്ഛൻ ഇവ ഒരു അച്ഛൻ ചിലപ്പോ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവ ഒരിക്കലും ഒരു കാര്യത്തിന് അവരെ കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്ന് അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാനൊക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറം വായിക്കുക വേണ്ട. അച്ഛോ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവരുടെ മോൻ കയറി പിടിച്ചു കിച്ചു രേണുവിനെ കയറി പിടിച്ച് വേണമെങ്കിൽ അങ്ങനെയും പറയും. ചിലപ്പോൾ ഉണ്ടാവും, അതല്ല അതിൻ്റെ അപ്പുറം ഉണ്ടാവും. അങ്ങനെ ഒരു ജനറേഷൻ വന്നു കഴിഞ്ഞാൽ അത് തെളിവ് കാണിക്കേണ്ടി വരും രേണു. ഇനി തെളിവ് കാണിച്ചാലും അതിൽ വേറൊരു സൈഡുണ്ട്. ഓക്കെ, അതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കും. എന്തായാലും എല്ലാത്തിലും കുറേ സൈഡുണ്ടല്ലോ. ആ പയ്യനെ നിനക്കൊക്കെ വലിച്ചേറി ഒട്ടിച്ചിട്ട് നിനക്കൊക്കെ എന്താണ് കിട്ടുന്നത്? എല്ലാവർക്കും എനിക്കതാണ് ചോദിക്കാറുള്ളത്. മൊത്തത്തിൽ നിങ്ങൾക്കൊക്കെ എന്താ കിട്ടുന്നത്? അവന് ജീവിക്കാൻ പറ്റൂടെ? അവൻ നിങ്ങൾ ആരെയും ഒന്നിൻ്റെയും ഇതിൽ വരുന്നില്ലല്ലോ. അതിപ്പം ബിഷപ്പിൻ്റെ ആയാലും രേണുവിൻ്റെ ആയാലും ആരുടെയും. രേണു മര്യാദയ്ക്ക് അവനെ ചൊറിഞ്ഞതുകൊണ്ടാണ് അവൻ പിടിച്ചു കൊടുത്തിട്ട് പോയത്. അവനെ ജീവിക്കാൻ അനുവദിക്കടേ. കഷ്ടം. എങ്കിലേ ഇനി ഒരു അത്ഭുതമുള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും? കാണാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും? അങ്ങനെയാണെങ്കിൽ കിച്ചു വളരെ മോശക്കാരനാണെന്ന് എങ്ങനെ ബിഷപ്പ് കണ്ടായിരുന്നു? അതുകൊണ്ട് വിട്. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് വേർക്കും. സത്യം ഉള്ള കാര്യം പറയാം. എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദ്യം. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാം. അച്ഛനെ പോലെ ഒരാള് വന്നിട്ട് അച്ഛൻ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അച്ഛൻ വന്ന് ഞങ്ങളെ ഉപദേശിക്കണം. അച്ഛ ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകള് ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അച്ഛനെ അവനൊന്നും വലിച്ചു കയറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ കാണുന്നു. അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചിട്ട് അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇവരുടെ വീട്ടിൽ ഈ അച്ഛന് ഞാനൊന്നും പറയണില്ല. വാ വിട്ട് ഞാൻ പറഞ്ഞു പോകും. എന്റെ പൊന്നച്ഛൻ, നിങ്ങൾ വന്നിട്ട് കൊണോണെന്ന് പറയാണ്ട് നിങ്ങളെ പറ്റിയിട്ട് ആരും ഇവിടെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. സീരിയസ്ലി എന്ത് പറ്റി ബിഷപ്പേ? എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്റേതല്ലേ ബിഷപ്പേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരുടെ വീട്ടിലൊരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെ പറ്റി അറിയത്തില്ല. അറിയാത്ത കാര്യം പിന്നെ എന്നാത്തിനാ ബിഷപ്പേ പറയാൻ പോകുന്നത്? ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ പറയും. എന്നാ അച്ഛൻ ഇതിനെ ഇത് കൂടുതൽ അച്ഛനെ അറിയത്തില്ല. അതാണ് കാര്യം. അച്ഛനെ അറിയത്തില്ല. സ്ഥലത്താണ് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ അച്ഛൻ ഇനി എന്തെങ്കിലും ആവട്ടെ എന്ത് വേണം ചെയ്യട്ടെ. ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോനെ ഇട്ട് കൊടുക്കരുത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒരിക്കലും അച്ഛൻ്റെ സ്വന്തം മകനായിരുന്നെങ്കിൽ അച്ഛൻ ഇതുപോലെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കൂ? ഇല്ലല്ലോ. അപ്പോൾ പറയാം അച്ഛൻ കുടുംബമില്ല. കുടുംബമില്ലാത്തവർക്ക് ആ വിഷമം മനസ്സിലാകത്തില്ല. പിന്നെ രേണു കാണിച്ചിട്ടുള്ള പബ്ലിക്ക് വന്ന് കാണിച്ചിട്ടുള്ള അഴിഞ്ഞാട്ടങ്ങൾ ആഭാസങ്ങളാണ് ഒരു സമയത്ത്. ഓക്കെ, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു കുറേ. മറ്റേ കയ്യിൽ കുഞ്ചലം പോലെയൊക്കെ ഇട്ട് കിണ്ടിയൊക്കെ ഇരിക്കുന്നു. എന്തൊക്കെ കാണിക്കുന്നതെന്ന് നമുക്ക് പോലും ബോധമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതാണ് നല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ പഴയ ട്രാക്കിലോട്ട് ഞാൻ പോകും. ഞാനത് ആ ട്രാക്ക് പിടിക്കാത്തതാണ്. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായി. ഞാൻ എനിക്ക് പറയാനുള്ള വേർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല വർഷം അത്രേ ഉള്ളൂ. അല്ലാണ്ട് അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാനൊരു അമ്മ ആയതുകൊണ്ട് ആ കൊച്ചു 10-40 വയസ്സായ കൊച്ചല്ലേ, 20 വയസ്സ്. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നമ്മള് തിരുത്തേണ്ട ആൾക്കാരാ. നമ്പർ എടുത്ത് വിളിക്കാൻ കാണിച്ച മനസ്സിന് താങ്ക് യു. ഞാൻ തിരക്കിനിടയിലാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര മാത്രം തിരക്കെന്തുവാ? പറ, കുഴപ്പമില്ല, തിരക്കല്ലേ. മുമ്പിൽ ഒരു മോശമായ രീതിയിൽ ആ കുട്ടീനെ പറയാൻ ഞാൻ അനുവദിക്കാതെ എന്റെ കാര്യങ്ങൾ വളരെ കെയർ ചെയ്താൽ മുമ്പോട്ട് പോകും. എനിക്ക് വേണേ ഇന്ന് പബ്ലിക്ക് പല കാര്യങ്ങളും പറയാമായിരുന്നല്ലോ സിസ്റ്ററെ.
അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ, ആ കൊച്ചു ആ വീട്ടിലേക്ക് പോകുന്നില്ല, അനിയനെ കാണാൻ മാത്രമേ പോകുന്നുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ആരോടും ഒരു പ്രശ്നം ഉണ്ടാകും. എന്തോ ആയിക്കോട്ടെ, മഹാപാവം പറയണ്ടേ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള ആ വീട്ടുകാർ പറയട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. അവര് തന്നെയാണ് അച്ഛൻ ഈ എല്ലാം ഈ വീട്ടിലുണ്ടാകുന്ന എല്ലാ കാര്യവും എടുത്തിട്ട് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തു ഓരോന്ന് ഈ പബ്ലിസിറ്റി ആക്കുന്നത് അവര് തന്നെ. അച്ഛനത് അറിയാത്തതുകൊണ്ടായിരിക്കും. അച്ഛനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. വിളിച്ചതിൽ സന്തോഷം. ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗിന് തുടങ്ങുമായിരുന്നു. ശരി, ഓക്കെ. താങ്ക് യു. വെൽക്കം. എൻ്റെ പൊന്നു ബിഷപ്പേ, ഉള്ള വില കളഞ്ഞു വിളിച്ചു. ഇപ്പോഴും വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യം എന്ത് പറ്റി ബിഷപ്പേ? പണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ബിഷപ്പ്. പെട്ടെന്ന് എന്തിങ്ങനെ ഒരു പിടിയും കിട്ടുന്നില്ല. ബിഷപ്പിനെ കുറിച്ച് എന്തൊക്കെയോ രേണുവിൻ്റെ കയ്യിൽ പണ്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ബിഷപ്പിനെ കാണാനല്ലേ. പിന്നെ ഇപ്പോഴാണ് പൊങ്ങിയത് രേണുവിൻ്റെ സപ്പോർട്ടറായിട്ട്, പകരം കിച്ചുവിനെ അടിച്ചമർത്തിക്കൊണ്ട്. വല്ലാത്ത അവസ്ഥയാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് താഴെ ഒന്ന് കമൻറ്റ്. പുതിയ വീഡിയോ ഇടണം. ബൈ.